ഡി-സോൺ കലോത്സവത്തിനിടയിലെ സംഘർഷത്തിൽ എസ്.എഫ്.ഐ പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് തൃശൂരിൽ കെ.എസ്.യു മാർച്ച് ഡി.ഐ.ജി ഓഫീസിലേക്ക് കെ.എസ്.യു പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എം.എസ്. ലിഷോയുണ്ട്. ലിഷോയി, പ്രതിഷേധം സംഘർഷത്തിൽ മുങ്ങുകയായിരുന്നു. പോലീസ് നടപടി. അതായത് ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എസ്.എഫ്.ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അവർക്ക് നേരെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ്, അതായത് കെ.എസ്.യുവിനും എസ്.എഫ്.ഐക്കും രണ്ട് നിയമം എന്നുള്ള രീതിക്ക് ആണ് പോലീസിന്റെ നടപടി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡി.ഐ.ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതിന് ശേഷം അത് മറികടക്കാനായി പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടി ജലപീരങ്കി പ്രയോഗിച്ചു. ആദ്യ 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ കെ.എസ്.യു പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോയില്ല. മൂന്നാമതും ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പിന്നീട് സംഘർഷമുണ്ടായി. പോലീസുമായി ആദ്യം ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് അത് ഒരു ലാത്തി വീച്ചിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒടുവിൽ ഈ മുതിർന്ന നേതാക്കൾ എത്തിയാണ് കെ.എസ്.യു പ്രവർത്തകരെ അവിടെ നിന്നും കൊണ്ടുപോയത്. ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. രമേശ് ചെന്നിത്തലയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്.